നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ എം സ്വരാജിന് വ്യക്തിഗത വോട്ടുകൾ നേടാനായില്ല. വിമർശനവുമായി CPI. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവിനെ ഇറക്കിയിട്ടും ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല എന്നും ജന്മദേശമായ പോത്തുകൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വ്യക്തിഗത വോട്ടുകൾ കിട്ടിയില്ല എന്നും CPI ചൂണ്ടിക്കാട്ടി. പരാജയ കാരണം പഠിക്കാൻ CPI 3-അംഗ സമിതിയെ നിയോഗിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവാണ് 3 പേർ അടങ്ങുന്ന കമ്മിറ്റിയെ നിയമിച്ചത്. PP സുനീർ, സത്യൻ മുക്കേരി, PP സന്തോഷ് കുമാർ എന്നിവരാണ് കമ്മിറ്റിയിൽ. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PP സുനീർ ആയിരുന്നു മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്നത്. BJPയിലേക്കില്ല. മോദി പ്രശംസയിൽ വിശദീകരണവുമായി ശശി തരൂർ. പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ലേഖനം BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതായി കാണരുത്. ലേഖനം ദേശീയ ഐക്യത്തെക്കുറിച്ചാണെന്നും ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന് പിന്നാലെ മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനം തരൂർ BJPയിൽ ചേരുന്നതിന്റെ സൂചനകളാണെന്ന വിധത്തിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ വിശദീകരണം. മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടലും ശക്തമായ മലവെള്ളപ്പാച്ചിലും. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ വെള്ളരിമലയിലാണ് ഉരുൾപൊട്ടിയതെന്നാണ് സൂചന. ബൊയിലി പാലത്തിന് സമീപം നല്ല കുത്തൊഴുക്കുണ്ട്. വലിയ കല്ലുകൾ ഒഴുകി വരികയാണ്. പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നല്ല മഴ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നല്ല മഴയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറഞ്ഞു. ബൊയിലി പാലത്തിനപ്പുറത്ത് ആരും താമസമില്ല. കളക്ടറുമായി സംസാരിച്ചിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ സ്ഥലത്തുണ്ടെന്നും അവർ വ്യക്തമാക്കി. 2 ദിവസം മുൻപ് ആലപ്പുഴയിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ ബീച്ച് വാർഡിൽ നിന്നും കാണാതായ യുവതിയുടെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തി. 37 വയസ്സുകാരിയായ മായയാണ് 2 ദിവസം മുൻപ് കാണാതായത്. മായയെ കാണാനില്ല എന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ബീച്ച് വാർഡിലെ തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ മൃതദേഹം പൊന്തിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അതേസമയം ചില മാനസിക പ്രശ്നങ്ങൾ മായയ്ക്കുണ്ടായിരുന്നതായി വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. മിൽമ പാൽ വില വർധന. ലിറ്ററിന് 10 രൂപ കൂട്ടുമെന്ന് ആവശ്യം. മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശുപാർശ സമർപ്പിക്കുന്നതിന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ഇന്ന് യോഗം ചേരും. നിലവിൽ എറണാകുളം മേഖലാ യൂണിയൻ മാത്രമാണ് മിൽമ ചെയർമാന് ശുപാർശ നൽകിയത്. പാൽ വില ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് എറണാകുളം മേഖലാ യൂണിയൻ ശുപാർശ നൽകിയിട്ടുള്ളത്. 3 മേഖലകളുടെയും നിർദ്ദേശം പരിഗണിച്ച ശേഷം 30-ന് ചേരുന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗം പാൽ വില വർധന സംബന്ധിച്ച് തീരുമാനമെടുക്കും.